നമസ്കാരം. ഗർഭചിത്രം എന്നീ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ തരണം ചെയ്ത് കേരളത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ഹീറോയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പിന്തുണയിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇരയുടെ പരാതിയില്ലാതെ പൊതുപ്രവർത്തകരുടെയും അഭിഭാഷകരുടെയും പരാതികളിൽ കേസെടുത്ത് പ്രതിയെ നിശ്ചയിച്ച് അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണെന്നാണ് അദ്ദേഹത്തെ വേട്ടയാടിയ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ പ്രമുഖ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കേസുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഒരു സ്ത്രീയും നേരിട്ട് പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. എച്ച് ഹഫീസ്, അതുപോലെ തന്നെ അഭിഭാഷകൻ ഷിൻഡോ എന്നിവരുടേതുൾപ്പെടെ ലഭിച്ച 13 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ഇതിൽ 10 പരാതികൾ ഇമെയിൽ വഴിയും 3 സ്റ്റേഷനിൽ നേരിട്ട് നൽകിയതുമാണ്. ഈ പരാതികളിൽ അന്വേഷണം നടത്തുമ്പോൾ യഥാർത്ഥ ഇര ആരെന്ന് വ്യക്തമാകുന്നില്ല. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഉണ്ടായ ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതി നൽകിയവരുടെ പക്കൽ ഈ പെൺകുട്ടി ആരെന്ന് തെളിയിക്കുന്ന രേഖകളില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്കെതിരെ എന്തൊക്കെ ചെയ്തു എന്നതിനും തെളിവുകളില്ല. ഇരുവരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നുവെന്നും തെളിയിക്കാൻ സാധിക്കുന്നില്ല. പരാതിയോടൊപ്പം നൽകിയിരിക്കുന്ന കുറേ തെളിവുകൾ, അത് റിപ്പോർട്ടർ ചാനലിൽ വന്ന ചില ഓഡിയോ ക്ലിപ്പുകളും മറ്റ് ചാനലുകളിൽ വന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളും ടെലഗ്രാം സ്ക്രീൻഷോട്ടുകളും ഒക്കെയാണ്. ഇതെല്ലാം തന്നെ ചീറ്റിപ്പോയ പടക്കമാണ് എന്ന് മലയാളികൾക്കറിയാം. ഈ തെളിവുകളുടെ ആധികാരികതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവ വ്യാജമല്ലെന്ന് പറയാൻ പോലും പരാതി നൽകിയവരുടെ കയ്യിൽ രേഖകളില്ല. അതായത് മാധ്യമങ്ങളിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് ഇവർ തെളിവായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം ഇവരിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ കൂടുതലായി ഒന്നും പറയാൻ അവർക്കില്ല. ഇരയെന്ന് പറയുന്ന പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ച പ്രത്യേക തെളിവുകളോ വിവരങ്ങളോ അവരുടെ പക്കലില്ല. ഇവർക്ക് ആ പെൺകുട്ടിയെ അറിയുമോ എന്ന് പോലും വ്യക്തമല്ല. ആ പെൺകുട്ടി ആവശ്യപ്പെട്ടിട്ടാണോ ഇവർ പരാതി നൽകിയത് എന്നും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ മാധ്യമ ശ്രദ്ധ നേടാനും പേരുകൾ ചർച്ചയാക്കാനും വേണ്ടി മാത്രം നൽകിയ ഒരു പരാതിയാണിത് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ് കുട്ടിഘോഷിക്കുന്നു. മാതൃഭൂമിയുടെ വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്തയാണ് ഇതിലെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ സ്ത്രീകളെ ഗർഭിണിയാക്കിയെന്നും ആ വാർത്ത ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി. മാങ്കൂട്ടത്തിൽ മറ്റൊരു ഗർഭത്തിനും ഉത്തരവാദിയാണെന്നും ബംഗളൂരുവിൽ 2 സ്ത്രീകൾ ഗർഭചിത്രം നടത്തിയതായും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സംഘം കണ്ടെത്തിയെന്നും അവരുടെ വാർത്തയിൽ പറയുകയാണ്. എന്നാൽ ഈ ഗർഭചിത്രത്തിന് കാരണക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഈ വാർത്തയിൽ എവിടെയും പറയുന്നില്ല. എന്നിരുന്നാലും ഈ ഗർഭചിത്രം, ഈ 2 വാക്കുകൾ ഇത് ജനങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഏതായാലും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ഗർഭമുണ്ടാക്കിയെന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന രീതി അത് വളരെ ക്രൂരമാണ്. ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത ഈ കേസിൽ പരാതി നൽകിയവർ മാധ്യമങ്ങളിൽ വന്ന കഥകളല്ലാതെ വേറെ ഒരു തെളിവ് നൽകിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ചില പ്രചരണങ്ങൾ നടത്തിയ മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന മറ്റൊരു വാർത്തയാണ്, അതായത് ഈ വിഷയത്തിൽ നേരിട്ട് ആരും പരാതി നൽകിയിട്ടില്ലാത്തതിനാൽ അത്തരത്തിലൊരു കേസെടുക്കുവാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ലെന്നും പരാതിക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നുമാണ് പറയുന്നത്. അതായത് പരാതിയില്ലെങ്കിൽ അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി നിയമ നടപടികൾ അവസാനിപ്പിച്ചേക്കുമെന്ന് പറയുന്നു. അതായത് ഒരു കേസ് നിലവിലില്ലെന്നും പരാതിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും ഈ വാർത്ത നൽകിയവർ തന്നെ സമ്മതിക്കുകയാണ്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നു. ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സകല ഇമേജും തകർക്കുന്ന വിധത്തിൽ, രാഷ്ട്രീയമായി തന്നെ തകർക്കുക, രാഷ്ട്രീയമായി നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മാധ്യമ വേട്ടയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തയിൽ പറയുന്ന കാര്യം, ഗർഭചിത്രത്തിന് വിധേയരായ 2 യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക വിവരം എന്നാണ് പ്രചരണം. എന്നാൽ ആ വാർത്ത വായിക്കുമ്പോൾ യുവതികൾ ആരെന്ന് വ്യക്തമല്ല, അവർ ആ പരാതി നൽകിയ ആര് എന്ന് വ്യക്തമല്ല, എന്താണോ പരാതി നൽകിയത് എന്നതിൽ വ്യക്തതയില്ല. ഇനി അതുപോലെ പരാതി നൽകിയിട്ടില്ലാത്തതിനാൽ അങ്ങനെ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. ഇങ്ങനെയൊരു വാർത്ത കൊടുക്കുന്നത് എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണിതെന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളോ മെറ്റീരിയൽ എവിഡൻസോ ഒന്നും തന്നെയില്ല. അത്തരത്തിൽ ജനുവിനെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തു വരട്ടെ, എങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ. ഇവിടെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളോ മെറ്റീരിയൽ എവിഡൻസസോ ഒന്നുമില്ല. പരാതി കൊടുത്ത വ്യക്തികളാകട്ടെ അവർക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒരു നേരിട്ടുള്ള അറിവുമില്ല. മാധ്യമങ്ങൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ആദ്യം പ്രചരിപ്പിച്ചു. കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് വരുമെന്നൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇപ്പോൾ അതേ മാധ്യമങ്ങൾ തന്നെ പറയുകയാണ് കേസ് ഉപേക്ഷിച്ചേക്കുമെന്ന്. നാണമുണ്ട്? ഒരു അന്വേഷണ റിപ്പോർട്ടോ കോടതിയിൽ സമർപ്പിച്ച രേഖയോ ഒരു മൊഴിയോ ഇല്ലാതെ
മാങ്കൂട്ടത്തിനെ ഇപ്പോൾ വളഞ്ഞിട്ടങ്ങ് ആക്രമിക്കുകയാണ്. മാധ്യമങ്ങൾ നൽകുന്ന ഈ വാർത്തകൾ ഉപയോഗിച്ച് ഇപ്പോൾ BJPയും CPMും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ പോലും ഈ ആക്രമണത്തിൽ പങ്കുചേരുന്നത് വളരെ ഖേദകരമാണ്. എങ്കിലും കോൺഗ്രസിലെ ചില നേതാക്കൾ, പ്രത്യേകിച്ചും K മുരളീധരനെ പോലെയുള്ളവർ, അതോടൊപ്പം അടൂർ പ്രകാശ് ഒക്കെ തന്നെ മാങ്കൂട്ടത്തിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർത്ത് കളഞ്ഞിട്ട് പിന്നീട് തെളിവുകളില്ലാത്തതിനാൽ കേസ് അവസാനിപ്പിച്ചുവെന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കേസ് അങ്ങനെയല്ലായിരുന്നു. അവസാനം കോടതി ക്ലീൻ ചിറ്റ് നൽകി. അദ്ദേഹത്തിനെതിരെ ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ കെട്ടിച്ചമച്ച് പിന്നീട് അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതും നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. ഒരൊറ്റ പരാതിക്കാർ പോലും ഇല്ലാത്ത ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുസമൂഹത്തിൽ നാറ്റിക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമം വളരെ ഖേദകരമാണ്, വളരെ മോശമാണ്. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില വ്യാജ കഥകൾ മെനഞ്ഞുണ്ടാക്കി മാധ്യമങ്ങൾക്ക് നൽകുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിനും ഏറെ ഗുണകരമായി തന്നെ മാറുകയുള്ളൂ. ഈ ഒരു നീക്കം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവിന് തന്നെ വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.